ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയോട് തനിക്ക് പ്രത്യേക താൽപര്യമുണ്ടെന്നും കണ്ണൂരും തനിക്ക് തരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂർ പയ്യമ്പലത്ത് മാരാർജി സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരോട് തനിക്ക് താൽപര്യമുണ്ടെങ്കിലും എല്ലാവരുടെയും വികസനമാണ് താൻ ലക്ഷ്യമിടുന്നത്. ഒരു വിഭാഗത്തിനായി വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുക. എല്ലാവരെയും ഒരുപോലെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. EK നയനാരുടെ കുടുംബവുമായി തനിക്ക് നേരത്തെ ബന്ധമുണ്ട്. ഇതിനു മുൻപും ആ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ അന്ന് അക്കാര്യം ചർച്ചയാക്കിയില്ല. ഇപ്പോൾ മന്ത്രിയായതിനാലാണ് തന്റെ വരവും പോക്കും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP സ്ഥാപക നേതാവായ KG മാരാരുടെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തുകയും ഹാരമണിയിക്കുകയും ചെയ്തു. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി K രഞ്ജിത്ത്, ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥ്, ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, നേതാക്കളായ ബിജു ഇളക്കുഴി, MR സുരേഷ് എന്നിവർ സുരേഷ് ഗോപിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. രാവിലെ 11:15 മാടായി കാവിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപി പറശ്ശിനിക്കടവിലേക്ക് പോയത്. ഇതിനുശേഷം കല്യാശ്ശേരിയിൽ EK നയനാരുടെ വീട് സന്ദർശിച്ചതിനു ശേഷം പള്ളിക്കുന്ന് രാജേന്ദ്രനഗറിൽ കഥാകൃത്ത് T പത്മനാഭനെയും സന്ദർശിച്ചു. ഇതിനുശേഷം 2:15 കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കൊട്ടിയൂരിലേക്ക് മടങ്ങിയത്. മണത്തണയിൽ അന്തരിച്ച BJP നേതാവ് PP മുകുന്ദന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. നേരത്തെ കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി BJP നേതൃത്വത്തിനോട് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ മാടായിപ്പാറയുടെ ടൂറിസം വികസനത്തിനായി സാധ്യമായത് മുഴുവൻ ചെയ്യുമെന്ന് ക്ഷേത്രം മാനേജരുമായുള്ള കൂടിക്കാഴ്ചയിൽ സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനക്കൂട്ടമാണ് മാടായിക്കാവിൽ സുരേഷ് ഗോപിയെ കാണാനെത്തിയത്. അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ച് പാഠം ഉൾക്കൊള്ളണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. PK കുഞ്ഞനന്തന്റെ ചരമവാർഷികാചരണം പാനൂർ പാറാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CPMന് വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട്. നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയെന്ന പാഠം നാം ഉൾക്കൊള്ളണം. ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം. അതിൽ നിന്നും ഊർജം സംഭരിക്കണം. എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചുവെന്ന് കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നും P ജയരാജൻ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ N അനിൽകുമാർ അധ്യക്ഷനായി. നേതാക്കളായ P ഹരീന്ദ്രൻ, KE കുഞ്ഞബ്ദുള്ള, KK പവിത്രൻ, കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. TP കേസിൽ പ്രതിയായി ഗൂഢാലോചന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട PK കുഞ്ഞനന്തന്റെ 4ാം ചരമവാർഷിക ദിനാചരണമാണ് പാനൂരിലെ പാറാട്ട് നടന്നത്. ശിക്ഷാ തടവുകാരനായിരിക്കെ ചികിത്സയ്ക്കിടയിലാണ് PK കുഞ്ഞനന്തൻ മരണമടഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ പരാജയത്തിന് കാരണം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമല്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് പാർട്ടിക്ക് വീഴ്ചയുണ്ടായെന്ന് P ജയരാജൻ തുറന്നു പറയുന്നത്. ഇത് വരും ദിനങ്ങളിൽ CPMൽ ചർച്ചയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ കനത്ത തോൽവിയെ തുടർന്ന് കേരളത്തിൽ BJPക്ക് വോട്ട് കൂടിയത് ആശങ്കാജനകമാണെന്ന് P ജയരാജൻ പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷമാണ് പാർട്ടിയുടെ തോൽവിയെപ്പറ്റി പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് ജയരാജൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ M ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥി MV ജയരാജന് ഗണ്യമായി വോട്ട് കുറഞ്ഞിരുന്നു.